പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. യേശുക്രിസ്തു ഇന്നേ ദിവസം നിങ്ങളെ വിശേഷിച്ച് ആശീർവദിക്കുമാറാകട്ടെ. എന്തോ ഒരു കാര്യം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ഒരിരുട്ടിൽ നിൽക്കുന്നത് പോലെ, ഇരുട്ടിൽ നിന്നുകൊണ്ട് വഴിയറിയാതെ തപ്പി നടക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കും. എന്തു ചെയ്യും, ഇരുട്ടിൽ കുടുങ്ങിയതുപോലെയുണ്ടല്ലോ. ചുറ്റുമിരുട്ടാണ്, ഒരു വഴിയും കാണുന്നില്ല, ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുകയായിരിക്കാം. ഈ പ്രശ്നത്തിന്റെ അവസാനം എന്നാണ്, ഈ ആവശ്യം എന്നാണ് പൂർത്തിയാവുക? ഒരു വഴിയും കാണുന്നില്ല, കണ്ണും കെട്ടി കാട്ടിൽ വിട്ടതുപോലെയുണ്ട് എന്ന് പറയാറില്ലേ? കണ്ണു കെട്ടി നോക്കൂ, എങ്ങനെയുണ്ടാകും? എങ്ങും ഇരുട്ടായിരിക്കും. ഒന്നും കാണുന്നില്ല, ഒരു വഴിയും കാണുന്നില്ല, ഇരുട്ട് മാത്രമേയുള്ളൂ എന്ന് വ്യാകുലപ്പെടുകയാണോ? ഒരുപക്ഷെ അതിന്റെ കാരണം ഇതായിരിക്കാം. ഏതാണെന്ന് നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. അതിനു മുൻപുള്ള വാക്യം പറയുന്നു, സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിൽ ഇരിക്കുന്നു. ഇരുട്ടെന്നാൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത ശേഷം ഇരുട്ടിലിരിക്കുന്നതല്ല, ജീവിതം തന്നെ ഇരുട്ടായി. സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിൽ ഇരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിലിരിക്കുന്നു. വെളിച്ചമുണ്ടാകുമ്പോൾ സന്തോഷമുണ്ടാകും, വഴി മനസ്സിലാകും, അല്ലേ? ഇന്ന് നിങ്ങളുടെ ജീവിതം ഇരുട്ടിലാണോ ഉള്ളത്, അതോ വെളിച്ചത്തിലാണോ എന്ന് ചിന്തിച്ചു നോക്കൂ. തന്റെ സഹോദരനെ ഒന്നുകിൽ പകയ്ക്കുന്നവൻ അഥവാ സ്നേഹിക്കുന്നവൻ, അതിലാണ് അനുഗ്രഹമുള്ളത്. പക കാണിച്ചാൽ അത്ര തന്നെ ഇരുട്ടിലാണ് ജീവിക്കുന്നത്. സ്നേഹിച്ചാൽ വെളിച്ചത്തിന്റെ മക്കളായിരിക്കും. ആരാണ് സഹോദരൻ? നിങ്ങളുടെ കൂടെ ജനിച്ച കുടുംബത്തിലുള്ളവർ മാത്രമല്ല സഹോദരർ. ക്രിസ്തുവിലാകുന്ന സഹോദരൻ സഭയിലുള്ളവര്, അല്ലേ? ചർച്ചിലുണ്ടായിരിക്കും, അവരും സഹോദരന്മാരാണ്. കൂടെ ജോലി ചെയ്യുന്നവര്, ഒരേ ഗ്രാമത്തിൽ ജീവിക്കുന്നവര്, നാട്ടിൽ ജീവിക്കുന്നവര്, എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്. സഹോദരിമാർക്ക് സഹോദരിമാരായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾ അവരെ സ്നേഹിച്ച് വാത്സല്യം കാണിച്ചാൽ നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നു എന്നർത്ഥം. അയലത്തുണ്ടാവും, ചർച്ചിലുണ്ടാകും, തെരുവിലുണ്ടാകും. എനിക്ക് അവനെ ഇഷ്ടമല്ല, ഇവനെ ഇഷ്ടമല്ല, അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, ഇങ്ങനെ അവരുടെ കുറ്റങ്ങൾ നോക്കി അവരോട് പക കാണിക്കുന്നു. ഒരു സ്നേഹം കാണിക്കുന്നില്ല. ദൈവം പറയുന്നു, എന്റെ മകനെ, മകളെ, നീ ഇരുട്ടിൽ നിന്നുകൊണ്ടിരിക്കുന്നു. നിന്റെ ജീവിതം ബാധിക്കപ്പെടും. അടുത്തെന്ത് നടക്കും, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല. ഇരുട്ട് മൂടിക്കിടക്കുന്നു. നീ വെളിച്ചത്തിലേക്ക് വാ. നീ വെളിച്ചത്തിലേക്ക് വന്നാൽ എല്ലാം നിനക്ക് പട്ടാപ്പകലുപോലെ കാണാം. നിനക്ക് ഈസിയായി സന്തോഷത്തോടെ മുന്നേറാൻ സാധിക്കും. വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കൂ. എന്തിനാണ് പക കാണിക്കുന്നത്? എന്തിനാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവർക്ക് നല്ലതായിട്ടൊന്നുമില്ലേ? എങ്കിൽ അവരുടെ നല്ല കാര്യങ്ങളെ നോക്കണം, സ്നേഹിക്ക്, അവരോട് മമത കാണിക്ക്. അതാണ് യേശു പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പകയുണ്ട് എങ്കിൽ നിങ്ങളാണ് ബാധിക്കപ്പെടുന്നത്. ഇരുട്ട് വലയം വെക്കും. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ വെളിച്ചം നിങ്ങളുടെ ചുറ്റുമുണ്ടാകും, എല്ലാം വ്യക്തമായി കാണും. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ഇരുട്ടിലാണോ അതോ വെളിച്ചത്തിലാണോ ഉള്ളത്? അപ്പോൾ അത് ശരിയാക്കാൻ നിങ്ങളെ സമർപ്പിക്കണമല്ലേ? ഇന്ന് പറയൂ, ദൈവമേ, ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ ഇരിക്കണം. ആരെയും പകയ്ക്കുകയോ കുറ്റം പറയുകയോ കുറച്ചു പറയുകയോ ഒന്നും ഞാൻ ചെയ്യാൻ പാടില്ല. കർത്താവെ, ഞാൻ എല്ലാവരെയും സ്നേഹിക്കണം. അവരുടെ നല്ല സ്വഭാവങ്ങളും നല്ല ഗുണങ്ങളും കണ്ടവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അതിനെന്നെ സഹായിക്കണമേ. ഇന്നു മുതൽ എൻ്റെ ഉള്ളിൽ ഒരു മാറ്റമുണ്ടാക്കണേ എന്ന് ചോദിക്കൂ. ആശീർവാദത്തോടെ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് കാണുന്നതാണ്. കാരണം അതാണ് യേശു നമുക്ക് കുരിശിൽ പഠിപ്പിച്ചു തന്നത്. തന്നെ പകച്ചവരെ പോലും സ്നേഹിച്ചില്ലേ? തന്നെ അപമാനിച്ചവർക്കും മാപ്പ് കൊടുത്ത് അവരെ സ്നേഹിച്ച് അവരോട് വാത്സല്യത്തോടെ ക്ഷമിച്ചില്ലേ അങ്ങ്? അപ്പോൾ യേശുവിനോട് പറയൂ, യേശുവേ, ഞാൻ എൻ്റെ സഹോദരന്മാരോടും അതുപോലെ സഹോദരിമാരോടും സ്നേഹത്തോടെ ഇരിക്കാൻ സഹായിക്കണമേ. ആരെയും വിരോധികളായി കുറ്റപ്പെടുത്തി നിസാരമാക്കി വെറുക്കുകയോ പകയ്ക്കുകയോ ചെയ്യരുത്. എന്റെ സ്വഭാവത്തെ മാറ്റണേ, ഗുണത്തെ മാറ്റണേ. ഞാൻ എല്ലാവരെയും സ്നേഹിക്കണം, വാത്സല്യം കാണിക്കണം, മമത കാണിക്കണം. സഹോദരനെയും സഹോദരിയെയും പോലെ സ്നേഹിക്കണം. അതിനെന്നെ സമർപ്പിക്കുന്നു. അങ്ങന്റെ ഇരുട്ടിനെ മുഴുവൻ വെളിച്ചമാക്കി മാറ്റുന്നതിന് സ്തോത്രം.
ഇന്ന് തന്നെ ഞാനൊരു വെളിച്ചം കാണും, വഴിനടത്തൽ കാണുന്നതാണ്. ഞാനത് വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ